ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ മത സാമുദായിക മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നാളെ കേരളത്തിൽ ഹർത്താലിന് മുന്നോടിയായി സംസ്ഥാനങ്ങളിലെ എല്ലാ ഭാഗങ്ങളിലും പ്രചരണ റാലി സംഘടിപ്പിച്ചു. പിതൃത്വമില്ലാത്ത ഹർത്താലല്ല ഇതെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നും സംയുക്ത സമിതി ഭാരവാഹികൾ പബ്ലിക് കേരളയോട് പറഞ്ഞു. തന്തയില്ല ഹർത്താൽ എന്ന് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും? അത് ആ പദം പ്രയോഗിക്കുന്നതിലുള്ള അനൗചിത്യം കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. സ്വാഭാവികമായും ഈ പതാകകൾ തന്നെ അതിൻ്റെ തെളിവുകളാണ്. നാളെ കേരളത്തിൽ സംയുക്ത സമിതിയുടെ ഹർത്താൽ നടത്താൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നാളെ ഹർത്താൽ നടത്തുന്ന പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ ഈ പുതിയ പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിലുടനീളം പ്രതിഷേധം അലയടിക്കുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ സംയുക്ത സമിതി, വെൽഫെയർ പാർട്ടി, SDPI, DHRM, BSP പോലുള്ള 18ഓളം സംഘടനകൾ, കേരളത്തിലെ 18-30ഓളം സംഘടനകൾ കേരളത്തിലെ നാളെ ഹർത്താൽ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഹർത്താൽ നടത്തുന്നത് സ്വാഭാവികമായും നമ്മുടെ നാട് നേരിടുന്ന ഫാസിസ്റ്റ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള നിയമങ്ങളും നിലപാടുകളും തീർച്ചയായും മാറ്റാത്ത കാലത്തോളം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതര സ്വഭാവങ്ങൾ നിലനിൽക്കില്ല. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ നിലനിൽക്കില്ല, രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കില്ല. അതിനുവേണ്ടി ഈ രാജ്യത്തോട് കൂറുള്ള ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഇതിന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും തീർച്ചയായും സഹകരിക്കേണ്ട, തീർച്ചയായും കൂടെ നിൽക്കേണ്ട ഒരു ഹർത്താലാണ്. എങ്ങനെയാണ് ഈ ഹർത്താലിൻ്റെ എത്ര മണി മുതലാണ്? രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. തികച്ചും സമാധാനപരമായി, ആർക്കും ഒരു പ്രയാസവും നേരിടാത്ത രീതിയിൽ എല്ലാവരും ജനങ്ങൾ അവർ സ്വയം ഈ ഹർത്താലുമായി സഹകരിച്ച് ഹർത്താൽ വിജയപ്രദമാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന, നമ്മുടെ രാജ്യത്തെ മതേതരത്വം, ജനാധിപത്യം, ഭരണഘടനാ മൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സമാധാനപരമായി നമ്മുടെ നാട്ടിൽ ഹർത്താൽ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യാതൊരുവിധ അനിഷ്ടസംഭവങ്ങളും ഇല്ലാതെ തന്നെ എല്ലാവരെയും സഹായങ്ങളുമാണ് ഇത് ഞങ്ങൾ തേടുന്നത്. അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് നേതൃത്വങ്ങളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പോലീസ് നേതൃത്വം മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് ഇങ്ങനൊരു റിപ്പോർട്ട് വന്നിരുന്നു, ഇതിന് പെർമിറ്റ് നൽകിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അത് അവസാനം നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു എതിരഭിപ്രായം വരത്തുണ്ടായിട്ടില്ല. അല്ല, പൊതുവെ ഹർത്താലിനൊരു തന്തയില്ല ഹർത്താൽ എന്ന് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും? അത് ആ പദം പ്രയോഗിക്കുന്നതിലുള്ള അനൗചിത്യം കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. സ്വാഭാവികമായും ഈ പതാകകൾ തന്നെ അതിൻ്റെ തെളിവുകളാണ്. കേരളത്തിലെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന, രാഷ്ട്രീയ രംഗത്ത് ഇലക്ടറൽ പൊളിറ്റിക്സിൽ ഇടപെടുന്ന രാഷ്ട്രീയ കക്ഷികളാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഹർത്താലിൻ്റെ വിളംബരം ഇപ്പോൾ നടത്തിയിരിക്കുന്നതും ഈ പാർട്ടികളുടെ പതാകകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതിന് എതിരെ സംസാരിക്കുന്ന ആളുകൾ തീർച്ചയായും എല്ലാ സമരങ്ങളും, എല്ലാ പ്രതിഷേധങ്ങളും, എല്ലാ പ്രക്ഷോഭങ്ങളും അവർ മാത്രമേ നടത്താൻ പറ്റൂ എന്ന് പറയുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ഇവിടെ എല്ലാവർക്കും പ്രതിഷേധിക്കാനും എല്ലാവർക്കും ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനും ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിനുമുള്ള അവകാശമുണ്ട്. അതിൽ അവരുടെ ഉത്തരവാദിത്വമാണെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മുടെ നാട്ടിലെ ഈ ജനാധിപത്യം സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് സംരക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗം ആളുകൾ തീർച്ചയായും നാളത്തെ ഹർത്താലിന് പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്നത് വ്യാജ പ്രചരണങ്ങളാണ്, അതിലാരും വീണു പോകരുത് എന്നുള്ളതാണ് ഹർത്താൽ നടത്തുന്ന സംയുക്ത ഭാരവാഹികൾ പബ്ലിക് കേരളയോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നാളെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. ഹർത്താൽ തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഹർത്താൽ ദിനത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.